വെൽക്കം. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ചാപ്റ്റർ 4ൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതൊക്കെ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. നിങ്ങൾ ചെയ്തു നോക്കിയോ? എന്നാൽ നമുക്കൊന്ന് ചെയ്താലോ? ദി വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 300 Kelvin temperature is 60 ml. At what temperature the volume of this gas becomes 20 ml? 300 കെൽവിൻ താപനിലയിൽ ഒരു നിശ്ചിത മാസ് ഹൈഡ്രജൻ്റെ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 60 ml ആണ്. ഏത് താപനിലയിലാണ് ഈ വാതകത്തിൻ്റെ വ്യാപ്തം 20 ml മാറുന്നത്? അപ്പം നമുക്കിവിടെ വ്യാപ്തം തന്നിട്ടുണ്ട്, V1ഉം V2ഉം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് T2 ആണ്, താപനിലയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ T2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട്, V1 by T1 equal V2 by T2. V2 by T2. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് T1, ഇത് V1, ദെൻ ഇത് V2. ഓക്കെ, എല്ലാം ആയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. V1 എന്ന് പറയുന്നത് 60 ml. അപ്പോൾ 60 ബൈ T1 എന്ന് പറയുന്നത് 300 ഈക്വൽ V2 അറിയാം 20 ബൈ T2 നമുക്ക് അറിയത്തില്ല. T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമ്മൾ T2നെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 60യെ താഴോട്ട് കൊണ്ടുവരുന്നു. 300നെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? T2 ഈക്വൽ 20 ഇൻറ്റു 300 by 60. That is equal to 6000 by 60. 0 വെട്ടിപ്പോകുന്നു, 6 വെട്ടിപ്പോകുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ എത്ര കെൽവിൻ കിട്ടും നമുക്ക് T2 എന്ന് പറയുന്നത്? T2 ഈക്വൽ 100 കെൽവിൻ എന്ന് കിട്ടും. 100 കെൽവിൻ. ഈ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഒന്നിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, കെൽവിൻ. ഇനി അടുത്ത ചോദ്യം, ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദി 2 ഗ്രാഫ്സ് ഗിവൺ ബിലോ. സ്ഥിരമർദ്ദത്തിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലിരിക്കുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം 2 ഗ്രാഫുകളിലായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം? വോളിയവും ടെമ്പറേച്ചറും, വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് താപനിലയുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേരനുപാതത്തിലായിരിക്കും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുമ്പോൾ വോളിയം കൂടുന്നു, വ്യാപ്തം കൂടുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ, താപനില കുറയുമ്പോൾ വോളിയം കുറയുന്നു. മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? വി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയാം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് മാസ്, മാസിലും മർദ്ദത്തിലും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വി അനുപാതം ടി എന്ന് പറയാം. വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയാം. ഓർ നമുക്ക് വി ബൈ ടി ഈക്വൽ കോൺസ്റ്റൻറ്റ്, വി ബൈ ടി ഈക്വൽ ഒരു സ്ഥിരസംഖ്യ എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. ടു വിച്ച് ഗ്യാസ് ലോ ഡു ദീസ് ഗ്രാഫ്സ് റിലേറ്റ്? സ്റ്റേറ്റ് ദി ലോ. ഈ ഗ്രാഫ് ഏത് വാതക നിയമമായിട്ട്, ഏത് ലോയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആ നിയമം പ്രസ്താവിക്കുക. ഏത് ലോയാണ്, ഏത് നിയമമാണ്? ചാൾസ് ലോ, ചാൾസ് നിയമമാണ്. എന്താണത്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദി വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. ഇതാണ്
ചാൾസ് നിയമം, ചാൾസ് ലോ എന്ന് പറയുന്നത് വി അനുപാതം ടി, വി നേർ അനുപാതം ടി, മർദ്ദവും മാസവും സ്ഥിരമായിരിക്കും. നമ്മൾ അനുപാതം മാറ്റാൻ വേണ്ടി വി ഈക്വൽ കെ ഇൻറ്റു ടി എന്ന് എഴുതുന്നു. കെ എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ വി ബൈ ടി ഈക്വൽ കെ എന്ന് എഴുതാം, അത് ഒരു സ്ഥിരസംഖ്യ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വാട്ട് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് ദി വാല്യൂ ഓഫ് വി ബൈ ടി? വി ബൈ ടിയുടെ വിലയുടെ പ്രത്യേകത എന്താണ്? വി ബൈ ടി എന്ന് പറയുന്ന ഒരു സ്ഥിരതയുള്ള അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അവിടെ കോൺസ്റ്റൻ്റ് പ്രഷറായിരിക്കും, മർദ്ദം സ്ഥിരമായിരിക്കും. അതായത് നമ്മൾ വ്യത്യസ്ത താപനിലകളിലും വ്യാപ്തവും ഉണ്ടാകുമ്പോഴും അവരുടെ അനുപാതം വി ബൈ ടി, വി ഡിവൈഡ് ബൈ ടി എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, തുല്യമായിരിക്കും. നമ്മൾ എവിടെയുള്ള ടെമ്പറേച്ചറും വ്യാപ്തവും വോളിയം എടുത്താലും വി ബൈ ടി ചെയ്താലും നമുക്ക് ഒരേ സംഖ്യയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് വി ബൈ ടി എന്ന് പറയുന്നത് ഗിവൺ എമൗണ്ട് ഓഫ് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വി ബൈ ടി എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എവിടുന്ന് ഒരു വോളിയവും ടെമ്പറേച്ചറും നമ്മൾ എടുത്താലും അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഹരിച്ചാലും ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഇഫ് യു മെഷർ ദി വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഓഫ് എ ഗ്യാസ് അറ്റ് ഡിഫറെൻറ്റ് കണ്ടീഷൻ, നമ്മൾ പല വ്യത്യസ്ത അവസ്ഥകളിൽ ഇരിക്കുന്ന വോളിയം ടെമ്പറേച്ചറും ഇൻ കെൽവിൻ സ്കെയിലുള്ള ഒരു വാതകത്തിൻ്റെ ഗ്യാസിൻ്റെ നമ്മൾ അളക്കുകയാണെങ്കിൽ, മെഷർ ചെയ്യുകയാണെങ്കിൽ പ്രഷർ അവിടെ സെയിം ആണ്, ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്, മർദ്ദം അവിടെ സ്ഥിരമാണ്. അവിടെ വി ബൈ ടി എന്ന് പറയുന്നത് എല്ലാ കേസിലും സെയിം ആയിരിക്കും. വി ഡിവൈഡ് ബൈ ടി ചെയ്ത് ആ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്താൽ, വോളിയം ഡിവൈഡ് ബൈ ടി, വ്യാപ്തം ഡിവൈഡ് ബൈ താപനില ചെയ്താൽ സെയിം വിലയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് ഈ വി ബൈ ടി ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിവിടെ നമുക്ക് കോൺസ്റ്റൻ്റ് ആണ് പി, മർദ്ദം ഇവിടെ സ്ഥിരമാണ്. ഇപ്പോൾ വി ബൈ ടി വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ആ വില ഏതൊരു ടെമ്പറേച്ചറും അതിനനുസരിച്ചുള്ള വോളിയം എടുത്താലും നമുക്ക് കിട്ടുന്നത് വി ബൈ ടി എന്ന്, വി ഡിവൈഡ് ബൈ ടി ചെയ്താൽ ഒരേ വാല്യൂ ആയിരിക്കും എവിടുന്ന് എടുത്താലും. ഡിഫറെൻറ്റ് കണ്ടീഷൻ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്നെടുത്താലും നമുക്ക് കിട്ടുന്ന വി ബൈ ടി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാൾസ് ലോയുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന കുറേ സന്ദർഭങ്ങൾ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ രണ്ടെണ്ണം കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ പറഞ്ഞാൽ, എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് ഉത്തരം എഴുതേണ്ടത്? ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ ടയേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോവർ പ്രഷർ ബിക്കോസ് ദി ടെമ്പറേച്ചർ ഈസ് ഹയർ. ചൂട് കാലാവസ്ഥയിലായിരിക്കുമ്പോൾ വാഹനം ടയറുകളിൽ കുറഞ്ഞ തോതിൽ വായു നിറയ്ക്കുന്നതിൻ്റെ കാരണം ടെമ്പറേച്ചർ, താപനില ആ സമയത്ത് വളരെ കൂടുതലായി കാരണമാണ്. ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ടയറിനുള്ളിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുകയും ടയറിനുള്ളിലുള്ള വായു വികസിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിനുള്ളിലുള്ള വോളിയം, വ്യാപ്തം, ടയറിൻ്റെ വ്യാപ്തം, വോളിയം കൂടുന്നു. ഇങ്ങനെ വ്യാപ്തം കൂടുമ്പോൾ അത് പിന്നീട് ടയർ പൊട്ടിത്തെറിക്കാനൊക്കെ കാരണമായി മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ വേനൽക്കാലത്ത് വെഹിക്കിൾ ടയറിൽ ലോവർ പ്രഷറിൽ എയർ ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അമോണിയയുടെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ ലിക്വിഡ് ദ്രാവകമായിരിക്കുന്ന അമോണിയ പെട്ടെന്നാണ് ഗ്യാസായി മാറുന്നത്. കാരണം വെളിയിലുള്ള ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് ഇതിനുള്ള വോളിയം കൂടുന്നു, വ്യാപ്തം കൂടുന്നു. അങ്ങനെ പെട്ടെന്ന് ഇത് വാതകമായി മാറുന്നു. ഈ കണ്ടെയ്നർ, നമ്മൾ ഈ അമോണിയ അടങ്ങിയ ഈ കുപ്പി ചൂടുള്ളതായിരിക്കുമ്പോൾ, വാമായിരിക്കുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ലിഡ് തുറന്നാൽ പെട്ടെന്ന് ഇത് ഇവാബ്രേസ് ആയിട്ട് പോകുന്നത് കാണാം. പെട്ടെന്ന് ഇത് വാതകമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ടെമ്പറേച്ചർ അവിടെ കൂടുതലായതുകൊണ്ട്, താപനില അവിടെ കൂടുതലായതുകൊണ്ട് വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ പെട്ടെന്ന് അത് വാതകമായി മാറാൻ കാരണമാകുന്നു. അത് തടയാൻ വേണ്ടിയാണ് ഈ കണ്ടെയ്നർ അല്ലെങ്കിൽ ഈ കുപ്പി തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ, താപനില കുറയും, അതിൻ്റെ വ്യാപ്തം, അതിൻ്റെ വോളിയവും കുറയും. അങ്ങനെ നമുക്കിത് പെട്ടെന്ന് വാതകമായി മാറാതിരിക്കാൻ തടയാൻ സാധിക്കും. ഈ ചോദ്യം നോക്കാം. ദി വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 atm പ്രഷർ ഈസ് 100 ml. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം അറ്റ് 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 2 atm? 27 ഡിഗ്രി സെൽഷ്യസിലും 1 atm മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തം 100 ml ആണെങ്കിൽ 273 കെൽവിൻ താപനിലയിലും 2 atm മർദ്ദത്തിലും വാതകത്തിൻ്റെ വ്യാപ്തം, വോളിയം എത്രയായിരിക്കും? ചെയ്യാം. നമുക്കറിയാം, ഇതെല്ലാം കൂടെ അറിയാവുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. P1 V1 by T1 ഈക്വൽ
P2 V2 T2 P2 V2 T2. ഇനി ആദ്യം നമുക്ക് P1 V1 T1 P2 T2 ഒക്കെ കണ്ടുപിടിക്കണം. കാരണം ഇവിടെ വ്യാപ്തമല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ T1. ഇതാണ് നമ്മുടെ P1. 1 ATM ആണ് P1. ഇനി ഇതാണ് നമ്മുടെ V1. 273 കെൽവിനാണ് നമ്മുടെ T2. 2 ATM ആണ് നമ്മുടെ P2. ഓക്കെ, ഇവിടെ T2 കെൽവിനിലാണ് തന്നേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 270 ഡിഗ്രി സെൽഷ്യസിനെ 27 ഡിഗ്രി സെൽഷ്യസിന് നമുക്ക് എന്താക്കി മാറ്റണം? കെൽവിനാക്കി മാറ്റണം. അതിന് എന്ത് ചെയ്താൽ മതി? 27 കൂടെ 273 കൂട്ടിയാൽ മതി. 273 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 300 കെൽവിൻ എന്ന് കിട്ടും. 300 കെൽവിൻ ഇട്ട്. ഇനി എല്ലാവരെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് V2 അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം റീഅറേഞ്ച് ചെയ്ത് 273 മേളോട്ട് പോയി ഇൻറ്റു ചെയ്യും. 2 താഴെ വന്ന് ഇൻറ്റു ആവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45.5 ml എന്ന് വരും. 45.5 ml. യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ. 45.5 ml എന്ന് കിട്ടും. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റുകളെ പറ്റിയാണ് പഠിക്കുക. മോൾ സങ്കല്പനം. നമ്മൾ ഇതുവരെ ഗ്യാസ് ലോസ്, വാതക നിയമങ്ങളെയൊക്കെ പറ്റിയായി നോക്കിയത്. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റുകൾ, മോൾ സങ്കല്പനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ എവറിഡേ ലൈഫ് വേരിയസ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു കൗണ്ട് ഒബ്ജക്ട്സ്. നിത്യജീവിതത്തിൽ വസ്തുക്കൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ അനേക യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയർ. ഇപ്പോൾ ഷൂവ് ഒരു ജോഡി എന്നല്ലേ പറയുന്നത്. ഒരു ജോഡി ഷൂവ് അല്ലേ, 2 എണ്ണമാണ് ഒരു ജോഡിയിൽ വരുന്നത്. 12 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡസന്, ഒരു ഡസൻ വള. ഒരു ഡസൻ വളകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 12 എണ്ണം കാണും. 20 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 20 എണ്ണം എന്ന് പറഞ്ഞാൽ അത് സ്കോറാണ്. ഇനി 144 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഗ്രോസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ നിത്യജീവിതത്തിലോ വസ്തുക്കളെ എണ്ണാൻ പല യൂണിറ്റുകളിൽ ഉണ്ട്. Are these units sufficient to count extremely small particles like atoms, molecules and ions? അതിസൂക്ഷ്മമായ കണങ്ങളായ ആറ്റങ്ങൾ, തന്മാത്രകൾ, അയോണുകൾ തുടങ്ങിയവയെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ ഈ യൂണിറ്റുകൾക്ക് കഴിയുമോ? Even the presence of such tiny particles can be detected only with the help of powerful modern microscope. ശക്തി കൂടിയ ആധുനിക മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രമേ നമുക്ക് ഇത്ര സൂക്ഷ്മ കണങ്ങളെ, ടൈനി പാർട്ടിക്കിൾസിനെ തിരിച്ചറിയാം, അവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരെ ഡിറ്റക്റ്റ് ചെയ്യാൻ തന്നെ സാധിക്കുകയുള്ളൂ. കൗണ്ടിങ് സച്ച് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഈസ് ഇമ്പോസിബിൾ. ഇത്രയും ചെറിയ കണങ്ങളെ എണ്ണുക എന്നത് അസാധ്യമാണ്, ഇമ്പോസിബിൾ ആണ്. Can you believe that a single drop of water contains approximately 10⁻19 വാട്ടർ മോളിക്യൂൾസ്? സാധാരണ വലിപ്പമുള്ള ഒരു തുള്ളി, ഒരു സിംഗിൾ ഡ്രോപ്പ് വെള്ളത്തിൽ ഏകദേശം 10⁻19 ജല തന്മാത്രകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? Can you believe it? Can you imagine how huge this number is? ഇത് എത്ര വലിയ സംഖ്യയാണെന്ന് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? How many years it will take to finish counting this number? ഇത് എണ്ണി തീർക്കണമെങ്കിൽ എത്ര വർഷങ്ങൾ വേണ്ടി വരുമെന്ന് ഊഹിക്കാമോ? മോൾ is the unit used to indicate such large numbers. അങ്ങനെ ഇതാ മോള് വരികയാണ്. ഇത്തരം വലിയ സംഖ്യകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മോൾ. എന്താണ് മോൾ? MOLE. A mole is the quantity of a substance containing 6.022 into 10⁻23 particles. 6.022 into 10⁻23 കണികകൾ അടങ്ങിയ പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് മോൾ എന്ന് പറയുന്നത്. This number came to be known as Avogadro number, named in the honor of the Italian scientist Amedeo Avogadro. Avogadro എന്ന ശാസ്ത്രജ്ഞൻ്റെ ബഹുമാന അർത്ഥമാണ് നമ്മൾ 6.022 into 10⁻23
എന്ന നമ്പറിന് അവഗാഡോ നമ്പർ എന്ന് വിളിക്കുന്നത്. മോൾ ഇസ് ദി SI യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. മോളാണ് ഒരു മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് എന്ന്, ഒരു പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ദിസ് റെപ്രസെൻറ്റ്സ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദാറ്റ് സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിലുള്ള കണികളുടെ എണ്ണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദിസ് റെപ്രസെൻറ്റ്സ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദാറ്റ് സബ്സ്റ്റൻസ്. ആ പദാർത്ഥത്തിലെ കണികകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 1 മോൾ ഓഫ് വാട്ടർ. ഒരു മോൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 × 10⁻23 വാട്ടർ തന്മാത്രകൾ കാണും. ഒരു മോൾ ജലത്തിൽ 6.022 × 10⁻23 ജല തന്മാത്രകൾ ഉണ്ടായിരിക്കും. സോ ദി കൺസെപ്റ്റ് ഓഫ് മോൾ ഈസ് ഹൈലി സിഗ്നിഫിക്കൻ്റ് ഇൻ കെമിസ്ട്രി. രസതന്ത്രത്തിൽ മോൾ സങ്കല്പനം വളരെ പ്രധാനമാണ്. ഇറ്റ് എനേബിൾസ് accurate measurement of the quantity of reactants and products that are to be used in chemical reaction. നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിൽ ഉപയോഗിക്കേണ്ട റിയാക്റ്റൻസ് അഭികാര്യങ്ങളുടെയും പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങളുടെയും അളവ് കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിന് മോൾ എന്ന ആശയം ഉപയോഗിക്കുന്നു. മോൾ എന്ന മെഷർമെൻറ്റ് നമ്മൾ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും ക്വാണ്ടിറ്റി ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് റിലേറ്റീവ് അറ്റോമിക് മാസ് ആൻഡ് മോള്. ആപേക്ഷിക അറ്റോമിക് മാസും മോളുമാണ്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന ഒരു ആറ്റത്തിൻ്റെ മാസിനെ നമുക്കറിയാത്ത ഒരു ആറ്റത്തിൻ്റെ മാസുമായിട്ട് താരതമ്യം ചെയ്താണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അറിയാവുന്ന ഒരു ആറ്റത്തിൻ്റെ മാസുമായിട്ട് നമുക്കറിയാത്ത ആരുടെ മാസാണോ കണ്ടുപിടിക്കുന്നത് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഹൗ മെനി ടൈംസ് അവർ ഹെവിയർ ആണ്, എത്ര മടങ്ങ് അവർ മറ്റേതിനേക്കാളും ഹെവിയർ ആണ്, കൂടുതലാണെന്ന് നമ്മൾ നോക്കിയാണ് നമ്മൾ ആപേക്ഷിക അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. The atomic mass of an element is expressed as how many times is the mass of the atom when compared to 1/12th mass of a carbon 12 atom. ഇപ്പോൾ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെട്ട ഐസോറ്റോപ്പാണ് കാർബൺ 12. ആ കാർബൺ 12ൻ്റെ മാസ് എല്ലാവർക്കും അറിയാമായിരുന്നു. 12 ആണല്ലോ കാർബൺ 12ൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചായിരുന്നു ബാക്കിയുള്ള ആറ്റങ്ങളുടെ മാസ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആറ്റോമിക് മാസ്, ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ കണക്കാക്കുന്നത് ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12ൽ ഒരു ഭാഗത്തെ, ഒരു ആറ്റത്തെ നമുക്ക് 12ആയിട്ട് വിളിച്ചാൽ 12ൽ ഒരു ഭാഗത്തെ നമ്മൾ ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഒരു യൂണിറ്റായിട്ട് പരിഗണിച്ച് അത് മറ്റേ ആറ്റവുമായിട്ട്, മറ്റേ മൂലക ആറ്റത്തിൻ്റെ മാസുമായിട്ട് എത്ര മടങ്ങാണ്, ഹൗ മെനി ടൈംസ് ആണ് എന്ന് നമ്മൾ നോക്കിയാണ് അറ്റോമിക മാസ് നമ്മൾ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഈ മാസിനെ ഏകീകൃത മാസ് എന്നാണ് അഥവാ യൂണിഫൈഡ് മാസ് എന്നാണ് വിളിക്കുന്നത്. വിച്ച് ഈസ് കൺസിഡർ ആസ് എ സിംഗിൾ യൂണിറ്റ്. ഈ മാസിനെ അതുകൊണ്ട് യൂണിഫൈഡ് മാസ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം മിക്ക എലമെൻറ്റുകൾക്കും ഐസോറ്റോപ്പുകളുണ്ട്. ഐസോറ്റോപ്പുകൾ എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറുമുള്ള എലമെൻറ്റുകളെയാണ് നമ്മൾ ഐസോറ്റോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക എലമെൻ്റ് എടുത്ത് നോക്കിയാലും മൂലകം എടുത്ത് നോക്കിയാലും അവർക്ക് ഐസോറ്റോപ്പുകളുണ്ട്. അപ്പോൾ ഈ ഐസോറ്റോപ്പുകളിൽ വെച്ച് നമ്മൾ അവരുടെ അറ്റോമിക് മാസ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് പാടാം. പലതിനും പല അറ്റോമിക് മാസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെടുക്കും, അവരുടെ ആവറേജ് അറ്റോമിക് മാസ് എടുക്കും, അവരുടെ ശരാശരി അറ്റോമിക മാസ് കണക്കാക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂസ് ആയിരിക്കും. എന്തായിരിക്കും? ഡെസിമൽ വാല്യൂസ് ആയിരിക്കും, ദശാംശ സംഖ്യകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ ഇച്ചിരി ടഫാണ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ വോൾ നമ്പറായിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൂർണ്ണസംഖ്യകളായി കണക്കാക്കിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, എലമെൻറ്റ് ഹൈഡ്രജൻ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, ശരാശരി അറ്റോമിക മാസ് എന്ന് പറയുന്നത് 1.0079 ആണ്. റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1. അപ്പോൾ നമ്മൾ ഈ 1 ആണ് നമ്മൾ പ്രായോഗിക ആവശ്യങ്ങൾ, പ്രാക്ടിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്സിജൻ നോക്കും, 15.9994. അപ്പോൾ നമ്മളത് റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്, 16 ആണ്. അപ്പോൾ ഈ 16, സോഡിയത്തിൻ്റെ 23, കാർബണിൻ്റെ 12, നൈട്രജൻ്റെ 14, ഇതാണ് നമ്മൾ
പ്രാക്ടിക്കൽ പർപ്പസിന്, പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ടേബിൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇവിടെ എലമെൻറ്റ്, റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ്, നമ്പർ ഓഫ് മോൾ ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ്, ഗ്രാം അറ്റോമിക് മാസ്, മോൾ ആറ്റങ്ങളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഗ്രാം അറ്റോമിക മാസ്, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്മുടെ റിലേറ്റീവ് അറ്റോമിക് മാസിന് നമ്മളൊരു ജി ഇട്ട് ഒരു ഗ്രാമിൻ്റെ സിമ്പിൾ ഇട്ട് എഴുതുമ്പോഴാണ് അത് ഗ്രാം അറ്റോമിക് മാസോ, അത്രേ ഉള്ളൂ, സിമ്പിൾ മാറ്റർ അല്ലേ. അപ്പോൾ കോപ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 63.5 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് വരുമ്പോൾ എങ്ങനെയാണ് 63.5 ഗ്രാം എന്ന് പറയും. അതിലുള്ള മോൾ ആറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾ ആറ്റംസ് എത്ര ഉണ്ടോ, ഒന്നേ ഉള്ളൂ. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്, 6.022 × 10⁻23 ആണ്. ഇനി അയണിൻ്റെ കേസ് നോക്കാം. അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 55.8 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 55.8 ഗ്രാം ആണ്. അതിലുള്ള മോൾ ആറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾ ആറ്റംസ് എത്ര ഉണ്ട്, ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 6.022 × 10⁻23. അങ്ങനെ തന്നെയാണ് സിങ്കിൻ്റെയും അലുമിനിയത്തിൻ്റെയും നൈട്രജൻ്റെയും കേസ് എല്ലാം വരുമ്പോൾ. അപ്പോൾ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ആപേക്ഷിക അറ്റോമിക് മാസിൻ്റെ അത്രയും ഗ്രാം അളവിൽ ആ മൂലകം എടുത്താൽ അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. An element that weighs as much as its relative atomic mass in grams contains 6.022 × 10⁻23 ആറ്റംസ്. ഒരു എലമെൻറ്റ് നമ്മൾ വെയ് ചെയ്യുന്നു, നമ്മൾ അതിനെ അളക്കുമ്പോൾ അതിനകത്ത് എത്രമാത്രം റിലേറ്റീവ് അറ്റോമിക് മാസ് ഉണ്ട് ഗ്രാമിൽ, ആപേക്ഷിക അറ്റോമിക് മാസിൻ്റെ അളവ് എത്രയും ഉണ്ടോ അത്രയും തന്നെ അവിടെ 6.022 × 10⁻23 ആറ്റങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്, ഗ്രാം അറ്റോമിക മാസ് എന്നറിയപ്പെടുന്നത്. ഒരു ഗ്രാം അറ്റോമിക മാസിൽ ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഗ്രാം അറ്റോമിക മാസിൽ ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. 1 gram അറ്റോമിക് മാസ് കണ്ടെയ്ൻസ് 1 mole ആറ്റംസ്. അപ്പോൾ വൈ ഇസ് ദി ക്വാണ്ടിറ്റി ഓഫ് 1 mole ആറ്റം ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫറെൻറ്റ് ഈവൻ ദോ ദേ കണ്ടെയ്ൻ ദി സെയിം നമ്പർ ഓഫ് ആറ്റംസ്? ഇപ്രകാരം വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ ഒരു മോൾ ആറ്റം എടുത്താൽ അവയിൽ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിലും അളവ് വ്യത്യാസമാവാൻ കാരണം എന്തായിരിക്കും? ഇവിടെ നോക്കൂ, കോപ്പർ എടുത്തു, അതിൻ്റെ അറ്റോമിക് മാസ് ഒക്കെ എന്താണ്, 63.5, അയണിൻ്റെ 55.8, സിങ്കിൻ്റെ 65.3, അലൂമിനിയത്തിൻ്റെ 27. പക്ഷേ ഇവിടെ ഉള്ള എല്ലാത്തിലും മോളാറ്റങ്ങളുടെ എണ്ണം എന്താണ്, ഒന്ന് തന്നെയാണ്. അവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം എന്താണ്, സെയിം ആണ്. എല്ലാത്തിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണവും മോളാറ്റങ്ങളുടെ എണ്ണവും എല്ലാം എന്താണ്, സെയിം ആണ്. ആറ്റങ്ങളുടെ എണ്ണം എത്ര തന്നെയാണ്, 6.022 × 10⁻23. The difference in quantity is due to the different size of the atoms even though they are in same number. വ്യത്യസ്ത വലുപ്പമുള്ള ആറ്റങ്ങൾ ആയതിനാലാണ്, അവരുടെ സൈസ് ഡിഫറെൻ്റ് ആയതിനാലാണ് അളവിൽ വ്യത്യാസം വരുന്നത്. The difference in quantity is due to different size of the atom even though they are in same number. ഒരേ എണ്ണമാണെങ്കിലും അവരുടെ സൈസ് ഡിഫറെൻ്റ് ആയതിനാലാണ് അവരുടെ ക്വാണ്ടിറ്റി, അവരുടെ അളവിൽ വ്യത്യാസം വരുന്നത്. 1 GAM 1 gram അറ്റോമിക മാസ്, നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം 1 GAM. 1 gram അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു 1 mole ആറ്റമാണ്. 1 mole ആറ്റംസ് 1 GAM എന്ന് പറയുന്നത് 1 mole ആറ്റംസിന് ഈക്വൽ ആണ്. അപ്പോൾ അതിനകത്ത് മാറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 6.022 × 10⁻23 ആണ്. ഓർത്ത് വെച്ചോ, ഏതൊരു മൂലകത്തിൻ്റെ 1 GAM എന്ന് പറയുമ്പോൾ ഏതൊരു മൂലകത്തിൻ്റെയും എലമെൻറ്റിൻ്റെയും റിലേറ്റീവ് അറ്റോമിക് മാസിനെ ഗ്രാം എഴുതുന്നതാണ് 1 GAM എന്ന് പറയുന്നത്. അതിലുള്ള മോളാറ്റങ്ങളുടെ എണ്ണവും ഒന്നായിരിക്കും, ആറ്റങ്ങളുടെ എണ്ണവും 6.022 × 10⁻23 ആയിരിക്കും. അടുത്താണ് മോളാർ മാസ്. ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ ആകെ മാസാണ് നമ്മൾ മോളിക്കുലർ മാസ് എന്ന് അറിയപ്പെടുന്നത്. ടോട്ടൽ മാസ് ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ മാസ് എല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാർബൺ ഒന്നേ ഉള്ളൂ, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്.
ഇപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 അപ്പോൾ നമുക്ക് മോളിക്കുലർ മാസ് 44 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് താഴെ കുറച്ച് എലമെൻറ്റും കോമ്പൗണ്ടും തന്നിട്ടുണ്ട്, അവരുടെ രാസസൂത്രം കെമിക്കൽ ഫോമുലയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ മാസ് ഓരോരുത്തരെയും കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോക്കൂ, ഓക്സിജൻ്റെ O2 അപ്പോൾ 2 × 16 അപ്പോൾ എത്രയെന്ന് കിട്ടും? 32 അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അമോണിയ NH3 നൈട്രജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ 14 അതിൻ്റെ അറ്റോമിക് മാസ്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ 1 അപ്പോൾ 14. അടുത്ത എലമെൻറ്റിലേക്ക് മൂലകത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ പ്ലസ് ആണ് ഇടുന്നത്, പ്ലസ്. ഇവിടെ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3 അപ്പോൾ 3 × 1 = 70. ഇനി നമുക്ക് വാട്ടറിൻ്റെ നോക്കാം. ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ 2 × എന്താണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ്? 1 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 പ്ലസ് 16 നമുക്ക് എത്ര കിട്ടും? മോളിക്കുലർ മാസ് 18 = 8 കിട്ടും ജലത്തിൻ്റെ മോളിക്കുലർ മാസ്. അതുപോലെ N2ൻ്റെ ഒന്ന് നോക്കാം. നൈട്രജൻ N എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസ് 14 2 നൈട്രജൻ അപ്പോൾ 14 × 2 ചെയ്യുന്നത്. 14 × 2 അപ്പോൾ മോളിക്കുലർ മാസ് എത്ര വരും? 28. അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. ഗ്ലൂക്കോസ് C6H12O6. ഓക്കെ, കാർബൺ 6 ഉണ്ട്. 6 × കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 അപ്പോൾ 12 പ്ലസ് ഹൈഡ്രജൻ 12 ഉണ്ട്. അതിൻ്റെ അറ്റോമിക് മാസ് 1 അപ്പോൾ × 1 പ്ലസ് ഓക്സിജൻ 6 അപ്പോൾ 6 × അറ്റോമിക് മാസ് എന്താണ് ഓക്സിജൻ്റെ? 16 അപ്പോൾ 6 × 16 ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. 180. അപ്പം എങ്ങനെയാണ് മോളിക്കുലർ മാസ് ഒരു മൂലകത്തിൻ്റെ സംയുക്തത്തിൻ്റെ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായോ? സൾഫ്യൂരിക് ആസിഡ് നോക്കാം. H2SO4. അപ്പോൾ ആദ്യം ഹൈഡ്രജൻ്റെ എണ്ണം ഇത് എത്ര എണ്ണം ഉണ്ട്? 2 × അറ്റോമിക് മാസ് എത്ര ആണ് ഹൈഡ്രജൻ്റെ? 1. അപ്പോൾ അടുത്ത മൂലകത്തേക്ക് പോകുമ്പോൾ പ്ലസ് ഇടുക. പ്ലസ് സൾഫർ എന്ന് പറയുമ്പോൾ 32 അത് 1 ഉള്ളൂ സൾഫർ അപ്പോൾ 32 പ്ലസ് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ 4 × ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 അപ്പോൾ 4 × 16 ഈക്വൽ 98 എന്ന് കിട്ടും മോളിക്കുലർ മാസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 98. If 6.022 × 10⁻23 oxygen molecules are taken, the mass will be 32 gram. 6.022 × 10⁻23 ഓക്സിജൻ തന്മാത്രകൾ എടുത്താൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആയിരിക്കും. ദിസ് ഈസ് ദി മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഇതാണ് ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് നമ്മൾ ഗ്രാമിൽ പ്രസ്താവിക്കുന്ന രീതി. ഇതിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്? GMM. ഗ്രാം മോളിക്കുലർ മാസ് എന്താണ്? GMM എന്ന് പറയുന്നത്. GMM ഗ്രാം മോളിക്കുലർ മാസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി മാസ് ഓഫ് 6.022 × 10⁻23 കാർബൺ ഡയോക്സൈഡ് CO2 മോളിക്യൂൾസ്? 6.022 × 10⁻23 തന്മാത്രകൾ എടുത്താൽ അതിൻ്റെ മാസ് എത്ര ആയിരിക്കും? 44 ഗ്രാം ആയിരിക്കും. നമ്മളിവിടെ ഓൾറെഡി അതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ 6.022 × 10⁻23 കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളുടെ മാസ് എത്ര ആയിരിക്കും? 44 ഗ്രാം ആയിരിക്കും. 44 ഗ്രാം. അപ്പോൾ ദിസ് ഈസ് ദി മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്. ഈ മാസിനെയാണ് നമ്മൾ സംയുക്തത്തിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉൾപ്പെടെ ബാക്കി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.